നമസ്കാരം. 2026 മാർച്ച് 8 മുതൽ മാർച്ച് 15 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹവും ആത്മവിശ്വാസവും ഉണ്ടാകും. നീണ്ടുനിന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ മുന്നേറ്റമുണ്ടാകുന്നതാണ്. വിദേശ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ യാത്രാ ചെലവുകളോ ചികിത്സാ ചെലവുകളോ വർദ്ധിച്ചു നിൽക്കും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടയുണ്ട്. എന്നാൽ ധനമിടപാടുകളിൽ ജാഗ്രത പാലിക്കണം. പഠന ആവശ്യങ്ങൾക്കായും ചികിത്സകൾക്കായും ധനച്ചിലവുകൾ വന്നേക്കാം. തലവേദനയും ഉറക്കക്കുറവും അനുഭവപ്പെടാം. കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതാണ്. ജീവിത പങ്കാളിക്കും അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഗണപതി മന്ത്രം നിത്യേന ജപിക്കുന്നതും ഉത്തമമാണ്. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തികമായി മുന്നേറ്റമുണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനാകും. ബിസിനസ് രംഗത്ത് ലാഭവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാം. തീരുമാനങ്ങൾ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് എടുക്കുക. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനം മെച്ചപ്പെടുത്തിയെടുക്കാനാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. ആശയവിനിമയ കാര്യങ്ങൾ ഗുണപ്രദമായിരിക്കും. എന്നാൽ ചില അനാവശ്യ ചിലവുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. മാനസിക പ്രയാസങ്ങൾ അലട്ടാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയത്തിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആരംഭിക്കാനാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മുന്നേറ്റമുണ്ടാകും. പരീക്ഷകളിൽ മികവ് പുലർത്താനാകും. ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ആലോചിക്കുക. കർമ്മരംഗം വഴിയായാലും ബിസിനസ് വഴിയായാലും ധനാഗമനം ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം. ഓം നമഃശിവായ മന്ത്രം നിത്യേന ജപിക്കുക. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും. കർമ്മരംഗത്ത് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണകരമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ധനച്ചിലവുകൾ വർദ്ധിക്കാം. കുടുംബക്കാരുമായി യാത്രകൾ ആവശ്യമായി വരും. ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. ശരീരവേദനയും ക്ഷീണവും അനുഭവപ്പെടാം. ആഹാരകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. യോഗ ശീലമാക്കുക. ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ്.
വിവാഹകാര്യങ്ങൾ മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ധനമിടപാടുകളിൽ ജാഗ്രത പാലിക്കുക. തൊഴിലിൽ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവരുമായി കൂടിയാലോചിക്കണം. വിദേശ വിപണനം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനവും ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. ശരീരസുഖം കുറയും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ചികിത്സകൾ പ്രയോജനപ്രദമായിരിക്കും. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. കന്നിക്കൂർ. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാവുകയും ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും മികവ് പുലർത്തുന്നതാണ്. ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും നിലനിൽക്കും. ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കും. എന്നാൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാം. ജീവിത പങ്കാളിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. തുലാക്കൂർ. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകും. സർക്കാർ സർവീസിലുള്ളവർക്ക് ഗുണകരമാണ്. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും. ഉയർച്ചയ്ക്കായുള്ള ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ബിസിനസ് മെച്ചപ്പെടുത്തിയെടുക്കാനാകും. കുടുംബത്ത് സന്തോഷമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. എന്നാൽ ചില ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും. വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണകരമാണ്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. പാദങ്ങൾക്ക് വേദന, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം. യോഗ ശീലമാക്കുക. ദേവീക്ഷേത്ര ദർശനം ഉണ്ടാകണം. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും. ചില വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതായും വരും. എടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് സമാധാനം നിലനിൽക്കും. എന്നാൽ ധനച്ചിലവുകളും വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയചിന്ത ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനാകും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരക്ലേശങ്ങളും മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുക. ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധൈര്യത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. മത്സരങ്ങളിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പല വെല്ലുവിളികളെയും തരണം ചെയ്ത് പോകാനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് അന്തരീക്ഷം മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വസ്തുതർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ചില യാത്രകൾ ആവശ്യമായി വരും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയചിന്ത ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. യാത്രകൾ വേണ്ടിവരും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്.
തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദരക്ലേശങ്ങൾക്കും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ഹനുമാൻ സ്വാമിക്ക് വെറ്റില വഴിപാട് സമർപ്പിക്കുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. തൊഴിൽ രംഗത്ത് സ്ഥിരതയുണ്ടാകും. പല വെല്ലുവിളികളെയും തരണം ചെയ്തു പോകാനാകും. മത്സരബുദ്ധി വർദ്ധിക്കുന്നതാണ്. തൊഴിലിൽ ഭാഗ്യമുണ്ടാകും. ക്ഷമയോടെ കാര്യങ്ങൾ നേരിടുക. വീട്, ഭൂമി, വാഹനം എന്നിവയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ക്രയവിക്രയങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് സമാധാനം നിലനിൽക്കും. പഠിതാക്കൾക്ക് ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാകും. കടബാധ്യതകൾ തീർക്കാനാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കണ്ണ്, പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഉദരക്ലേശങ്ങൾക്കും ഇടയാകും. ഗണപതി മന്ത്രം നിത്യേന ജപിക്കുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. അധികാരപ്രാപ്തിക്കായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാം. ദേഷ്യം നിയന്ത്രിക്കണം. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും. എന്നാൽ കോപം നിയന്ത്രിക്കണം. പൊതുവെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാകും. ബിസിനസ് രംഗത്ത് ആശയക്കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനം മെച്ചപ്പെടുത്തിയെടുക്കാനാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളോടെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കണം. സാമ്പത്തിക വർധനവ് ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾ ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. തലവേദന അനുഭവപ്പെടാം. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. കുടുംബത്ത് സന്തോഷം നിലനിൽക്കും. ചില പുതിയ സൗഹൃദങ്ങൾ ഗുണകരമാകും. ബിസിനസ് മേഖലയിൽ യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. പഠിതാക്കളുടെ മടി മാറ്റിയെടുത്ത് മുന്നോട്ടു പോവുക. വിദേശ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പ്രണയചിന്ത ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കുടുംബ ചിലവുകൾ വർദ്ധിക്കും. എന്നാൽ അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കണം. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളോ പേശീവേദന എന്നിവ അനുഭവപ്പെടാം. മക്കളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. ശാസ്താവിന് എള്ള് പായസം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക.